ബംഗളൂരുവിലെ രാമയ്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി പൊള്ളലേറ്റു മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നദീറ പങ്കുവയ്ക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സുജയ് സുജാതൻ പണിക്കറാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു ആശുപത്രി ICUവിന് സമീപം തീപിടുത്തമുണ്ടായത്. എന്നാൽ ആർക്കും അത്യാഹിതമില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ ആദ്യഘട്ടത്തിലെ വിവരങ്ങൾ. എൻ്റെ മകന് കഴിഞ്ഞ 26-ാം തീയതി ന്യൂമോണിയ ബാധിതനായി ഇവിടെ മത്തിക്കരയുള്ള ഒരു പ്രവീൺ ഡോക്ടറിൻ്റെ അവിടെ നിന്ന് മരുന്ന് മേടിച്ചു. കുഞ്ഞ് സെപ്റ്റംബർ 1-ാം തീയതി കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കുറവാന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു, ഈ രാമയ്യ ഹോസ്പിറ്റലിൽ. ഇന്ന് 1 മണിക്ക് അവന്മാരുടെ ആ CCUവിന്റെ ആ വാർഡിൽ ഓക്സിജന്റെ എന്തോ കണക്ഷനിൽ തീ പിടിച്ചിട്ട് മൊത്തം തീ പിടിച്ച് അവരുടെ ലാബ്സ് കൊണ്ട് അവിടെ ഒരു സ്റ്റാഫ് അവനെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് മരിക്കുന്നത്. ഇതിന് ഒരു മാർഗം കണ്ടുപിടിക്കണം. കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇത്രയും പൈസ ചെലവാക്കി ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ട് എൻ്റെ മോനെ ഡെഡ് ബോഡി ആയിട്ടാണ് തരുന്നത്. ഇത് ദയവേത് നിങ്ങളെല്ലാവരും ഒന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നദീറ, സ്വന്തം മകൻ അവിടെ ആശുപത്രിയിലുണ്ടായ അത്യാഹിതത്തിൽ മരിച്ചു. ചികിത്സിക്കാനായി അവിടെ കൊണ്ടുവന്നതാണ്. ജീവൻ രക്ഷിക്കാൻ കൊണ്ടുവന്നയാളുടെ ജീവൻ ഇല്ലാതായത് അവിടെയുണ്ടായ തീപിടുത്തത്തിലാണ്. എന്താണ് ആശുപത്രിയിൽ സംഭവിച്ചത് നദീറ? ആദ്യഘട്ടത്തിൽ അവർ എന്തിനാണത് മറച്ചുവെച്ചത്? സുജയ, ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത്. കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ചെറിയ തീപിടുത്തമാണെന്നും ആളപായം ഒന്നുമില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആരും തന്നെ കാര്യമാക്കിയില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു മലയാളി, അതായത് സുജയൻ എന്ന് പറയുന്ന മലയാളി മരിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഈ വിവരം മലയാള മാധ്യമങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത്, കഴിഞ്ഞ സെപ്റ്റംബർ, അതായത് 1-ാം തീയതി ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സ തേടിയെത്തിയതാണ് തൻ്റെ മകൻ. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി അസുഖം എല്ലാം മാറിയെന്നും ഉടനെ ആശുപത്രി വിട്ടു പോകാൻ പറ്റുമെന്നൊക്കെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. പെട്ടെന്നാണ് ഉച്ചയോടുകൂടി ഈ സംഭവം അരങ്ങേറുന്നത്. അതിനുശേഷം ഇവർക്ക് നേരിൽ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ തീപിടുത്തമുണ്ടായി വലിയ ബഹളത്തോടെ എല്ലാവരും ഓടുകയും രോഗികളെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നു. അപ്പോഴും മകൻ എന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇവർ പങ്കുവച്ചില്ല. പിന്നീട് കുറെ കഴിഞ്ഞാണ് പൊള്ളലേറ്റ് മകൻ മരിച്ചു എന്ന വിവരം ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോഴും ആശുപത്രി അധികൃതർ ഈ തീപിടുത്തത്തിൽ പൊള്ളലേറ്റിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ നേരിൽ കണ്ടതാണ്, ICUവിലെ ഇതിലൂടെ നോക്കുമ്പോൾ കണ്ടതാണ്, പൊള്ളലേറ്റ് കിടക്കുന്നതും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നതും ഒക്കെ നേരിൽ കണ്ടതാണ്. ആശുപത്രി അധികൃതർ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അറിയിച്ചു മകൻ ഇദ്ദേഹം. നദീറ, ഈ രാമയ്യ ആശുപത്രിയുടെ അധികൃതരുമായി നദീറ സംസാരിച്ചോ? കാരണം ഉച്ചയ്ക്കൊരു തീപിടുത്തമുണ്ടായി, അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അത് മറച്ചു വെക്കുന്നു എന്ന് മാത്രമല്ല, കുടുംബത്തിന് കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യാതിരുന്നത് എത്ര വലിയ കുറ്റകൃത്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഈ ആശുപത്രി അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇവർ പറയുന്ന രീതിയിൽ ഈ രോഗി കിടന്ന ഇടത്തല്ല അവർക്ക് അങ്ങനെ പൊള്ളലേറ്റു. അതാണ് ഇവരും ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മരിച്ചത്? ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കയറി ആശുപത്രിക്കകത്ത് ചെല്ലുമ്പോൾ കാണുന്നത് പൊള്ളലേറ്റ രൂപത്തിലാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കകത്തേക്ക് പ്രവേശനമില്ല ആ ആശുപത്രിക്കകത്തേക്ക്. ഇവർ ബന്ധുക്കൾ കണ്ടതായി പറയുന്നതും അവകാശപ്പെടുന്നതും ഇതാണ്, പൊള്ളലേറ്റു തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം ICUവിൽ കിടന്ന കട്ടിലിന്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്തെ കാണാം തീ പൊള്ളൽ ഏറ്റതിന്റെ പാടുകൾ കാണുന്നതാണ്. മറ്റേ ഉപകരണങ്ങളിലേക്കൊക്കെ തീ വ്യാപിച്ചതായും അത് തല്ലിക്കെടുത്തിയതായും ഒക്കെ കാണാം. ഇങ്ങനെ മകൻ കിടന്ന കിടക്കയിലും തീ പിടിച്ചു. ഈ വ്യക്തിക്ക് ന്യൂമോണിയക്കല്ലേ അവിടെ ചികിത്സ തേടിയിരുന്നത്? കഴിഞ്ഞ 3 ആഴ്ചയായി അവിടെ ന്യൂമോണിയക്ക് ചികിത്സയിലായിരുന്ന ആൾ എങ്ങനെയാണ് പൊള്ളലേറ്റ് മരിക്കുക? അതാണ് ഇവരുടെയും ചോദ്യം. ഇവരതാണ് ചോദിക്കുന്നത്, പൊള്ളലേറ്റ് എങ്ങനെ മരിക്കും? ഈ ഒരു കെട്ടിടത്തിൽ തന്നെയാണ്, ഈ മകൻ കിടന്ന ഇടത്ത് തന്നെയാണ്, ആ ഭാഗത്ത് തന്നെയാണ്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ICUവിന്റെ ഭാഗത്ത് തന്നെയാണ് പൊള്ളൽ, അവിടെയാണ് അഗ്നിബാധ ഉണ്ടായതെന്ന്. അവിടെ വെച്ച് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ആശുപത്രി അധികൃതർ ഇതുവരെ ഇത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അവർ ആ ആശുപത്രിക്ക് മുന്നിൽ തന്നെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഈ അത്യാഹിതം സംഭവിച്ചിട്ട് അത് മറച്ചു വെച്ചിരിക്കുന്നു, മണിക്കൂറുകളോളം മറച്ചു വെച്ചിരിക്കുന്നു. ന്യൂമോണിയ ഒരു കാര്യം ചെയ്യൂ, അവിടെ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുമായി ഇക്കാര്യം ഒന്ന് അറിയിക്കൂ. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത വരണമല്ലോ. ന്യൂമോണിയയ്ക്ക് ചികിത്സയിലായിരുന്ന ഒരു മലയാളി കഴിഞ്ഞ 3 ആഴ്ചയായി അവിടെ ചികിത്സയിലായിരുന്നു. ബന്ധുക്കളടക്കം ആശുപത്രിക്ക് സമീപം ഉണ്ടായിരുന്നു. ബൈസ്റ്റാൻഡറായി
ഭാര്യയാണോ ഉണ്ടായിരുന്നത്? ഇത് ICUലാണ് ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഭാര്യയും മറ്റു ബന്ധുക്കൾക്കൊക്കെ പുറത്തു നിൽക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാലും എല്ലാവരും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും മറ്റ് ഭാര്യ അവസാനമായി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ടീഷൻ എങ്ങനെയായിരുന്നു നദീറ? ഭാര്യ അവസാനമായി രാവിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കുറച്ച് സമയം ICUവിൽ കാണിക്കുമല്ലോ, അങ്ങനെ അവസാനം കണ്ടത് എപ്പോഴാണ്? അപ്പോൾ ആരോഗ്യാവസ്ഥ എങ്ങനെയായിരുന്നു? അത് ഈ വീഡിയോ ക്ലിപ്പിൽ ഭാര്യ പറയുന്നുണ്ട്. അതായത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഈ മറ്റ് യന്ത്രഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ICUവിൽ, അതൊക്കെ എടുത്തു മാറ്റാൻ സമയമായെന്ന് ഭർത്താവ് ഇന്നലെ കൂടി പറയുകയും ഇന്ന് രാവിലെ ഡോക്ടർ തന്നെയും ഇദ്ദേഹത്തിനെ സുഖപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വീട്ടിലേക്ക് ചികിത്സ മതിയാക്കി മടങ്ങാനുള്ള അവസ്ഥയായിട്ടുണ്ടെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്ത ഒരു എന്നിട്ടും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നദീറ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗുരുതരമായ അനാസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ആശുപത്രിക്കെതിരെ നടപടി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുക. നദീറയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേർന്നത്.